ഇന്റർനാഷണൽ മദർ ഡേ എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഓരോ ദിവസവും അമ്മയെ ഓർമ്മിക്കാനില്ല. എപ്പോഴും നമ്മൾ അമ്മയെ ഓർമ്മിക്കാത്തത് അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് 1904 ഈ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ തുടങ്ങിയതിലെ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ആന്റിയോടൊന്ന് ചോദിച്ചു നോക്കി ഇതൊക്കെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഗിൾ ഏതോ അമേരിക്കക്കാരിയുടെ പേരൊക്കെ പറഞ്ഞു. ഇവരുടെ ഓർമ്മയ്ക്കാണ് ഇത് നടത്തുന്നത്. അവരുടെ അമ്മയുണ്ടായിരുന്നു, മകളെ നല്ല രീതിയിലൊക്കെ വളർത്തി മരിക്കാൻ നേരത്തെ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു, എല്ലാ അമ്മമാരുടെയും ത്യാഗത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണം. 1905 അമ്മ മരിച്ചു. അപ്പൊ ഈ മകള് എങ്ങനെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആചരണം തുടങ്ങി എന്നാണ് ഗൂഗിൾ പറയുന്നത്. പിന്നെ അവർ തന്നെ അത് നിർത്തി. കാരണം ഈ ആചരണം തുടങ്ങിയപ്പോൾ പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്ന കമ്പനി, ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി അവരൊക്കെ തന്നെ മുതലാക്കാൻ തുടങ്ങി. മദേഴ്സ് ഡേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി വിൽക്കുക, അവരതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞിട്ടൊന്നും വേണ്ടാവും. പക്ഷെ ഇപ്പൊ പിന്നെ അത് പലരും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പൊ ഇതൊരു വിൽപ്പനയ്ക്കുള്ള അവസരമായിട്ട് മാറരുത്. തുടങ്ങിയ ആളുടെ ഉദ്ദേശശുദ്ധി അമ്മമാരെ നല്ല രീതിയിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് 1904 തുടങ്ങിയതൊന്നുമല്ല. യജുർവേദത്തില് തൈത്തിരീയ ഉപനിഷത്ത് നമ്മളിവിടെ പഠിക്കുന്നതാണ്. മാതൃദേവോ ഭവ എന്ന് നമുക്ക് പറഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ ദൈവങ്ങളെ പോലെ ആദരിക്കണം എന്നുള്ളത് ഇത് കേട്ട് വളർന്നവരാണ് നമ്മൾ. ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോഴേ അങ്ങനെയാണ്. ഒക്കെ അമ്മമാരാണ്. ഭൂമിദേവിയത് അമ്മയായിട്ട് കണ്ട് നമസ്കരിച്ചുകൊണ്ടാണ് എണീക്കുന്നത്. നമുക്ക് പ്രകൃതി മാതാവാണ്, രാജ്യം മാതാവാണ്, എല്ലാം മാതാവാണ്. മാതാവല്ലാതെ ഒന്നുമില്ല. അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഭഗവത്ഗീത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊന്ന് പറയണല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ആലോചിച്ചത് ഭഗവത്ഗീതയും അമ്മയും കൂടി എന്താണ് ബന്ധം. അപ്പൊ അവിടെ ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തില് അമ്പത്വാം അനുസന്ധതാമി ഭഗവത്ഗീതയെ ഭവദ്വേഷിണി. ഭവദ്വേഷിണി സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്ന അമ്മ, അതാണ് ഭഗവത്ഗീത. ആ അമ്മ ആണ് നമ്മളിങ്ങനെ കൈ പിടിച്ച് അമ്മയുടെ പിന്നാലെ നടന്നോളാൻ പറഞ്ഞു. വേറൊന്നും ചെയ്യണ്ട, പിടുത്തം വിടാതെ. ശരിക്കുള്ള മാതാവ് ആരാണ് എന്നൊരു ചോദ്യം മനസ്സിലാക്കിയത്. ശരിക്കുള്ള മാതാവ് ആരാണ്? അമ്മമാരെ കുറിച്ച് നമ്മൾ കുറെ കേട്ടു. ഇപ്പൊ അമ്മ, പെണ്ണുങ്ങളും അമ്മയും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അമ്മയും മാതാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, മിക്കവാറും എല്ലാവരും അമ്മമാര് തന്നെയാണ്. ഇതിൽ മാതാക്കളായിട്ട് എത്ര ആളുണ്ട്? ഞാൻ അമ്മയാണ് എന്ന് പറയുന്നവരാരൊക്കെ ഉണ്ട്? ഞാൻ അമ്മയാണ്. എല്ലാവരും കൈ കുത്തിക്കാൻ പോലും പഠിക്കുന്നത് അമ്മ. മാതാവാണെന്ന് പറയുന്നതിലുള്ള കാര്യം ഒരാള്, രണ്ടാണ്. അപ്പൊ അമ്മയും മാതാവുമാണ്. വെരി ഗുഡ്. ആ അമ്മമാരെ മാതാക്കളെ നമസ്കരിക്കും. അമ്മയും മാതാവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഭാരത സംസ്കൃതിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ മാതാവിനെ ആദരിക്കാനുള്ള ദിവസമാണ്. എല്ലാ അമ്മമാരും അമ്മമാരല്ല. അത് അമ്മമാരും വേർപെട്ട് ജീവിക്കേണ്ടി വന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പല കാരണങ്ങളുണ്ട്. അപ്പൊ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അമ്മമാരിൽ നിന്ന് നമ്മൾ മാതാവായിട്ട് മാറേണ്ടതുണ്ട്. മാതാവ് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല. ലോകം കണ്ട ഏറ്റവും വലിയ മാതാവ് ഒരാൾ ശ്രീകൃഷ്ണനാണ്. വിശ്വസിക്കും. പിതാമസ്യ ജഗതോ മാതാ ദാത പിതാമഹ. ഭഗവത്ഗീതയുടെ നടുഭാഗത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ മാതാവാകുന്നു. പറഞ്ഞതാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ അവിടെ സ്ത്രീ രൂപമല്ല. ശ്രീകൃഷ്ണൻ നമ്മൾ പുരുഷരൂപമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഭഗവത്ഗീത 2 രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്ന് രൂപമുള്ള കൃഷ്ണനും പിന്നെ തത്വത്തിലുള്ള കൃഷ്ണനും. തത്വത്തിലുള്ള കൃഷ്ണൻ പറയുമ്പോഴാണ് ഞാൻ മാതാവാകുന്നു എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഇതിങ്ങനെ ഒരു അമ്മമാരുടെ പരിപാടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറെ പുരുഷന്മാരൊക്കെ പോയി. അത് പെണ്ണുങ്ങളെ പരിപാടി. നമ്മൾ നമ്മളുടെ ഉള്ളിൽ മാതൃത്വ ഗുണം ഉയർത്തുമ്പോൾ മാത്രമേ നമ്മൾ മാതാവ് ആകുന്നുള്ളൂ. എന്താണ് മാതൃത്വ ഗുണം? നമ്മൾ വളർത്തിയെടുക്കേണ്ട ഗുണം എന്താണ് എന്ന് ഇന്ന് ആലോചിക്കാം. ഇന്നല്ലാതെ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ 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 നമ്മളുടെ ശീലമായിട്ട് വരും. അതെ, അങ്ങനെയാണ്.
ത്യാഗമാണ് മാതാവിന്റെ ഏറ്റവും വലിയ ഗുണം. ത്യാഗം. എങ്ങനത്തെ ത്യാഗം? നിഷ്കാമമായിട്ടുള്ള ത്യാഗം, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ. ഇപ്പൊ നമ്മൾ ഗർഭപാത്രത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. പല അമ്മമാരും കുട്ടികൾ വളർന്നു വലുതുമായി വരുമ്പോൾ ഈ ഗർഭപാത്രത്തിന്റെ വാടക ചോദിക്കുന്നു എന്നുള്ളതാണ് വലിയ സങ്കടം. 9 മാസം പെറ്റു, ഞാൻ നിന്നെ പേറി നടന്നില്ലേ, ഇപ്പൊ നീ ഇങ്ങനെയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു മഹത്വത്തിന്, മാതൃത്വത്തിനെ ശരിക്കും നമ്മൾ ഇൻസൾട്ട് ചെയ്യണം. വാടക ചോദിച്ച് വാങ്ങാനുള്ളതല്ല. വാടക എന്ന് പറഞ്ഞാൽ പൈസയുടെ കെട്ടല്ല പറയുന്നത്. അമ്മമാരുടെ ആഗ്രഹങ്ങളും കുട്ടികളുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, അവിടെ അമ്മമാരുടെ സ്വാർത്ഥതയ്ക്ക് താല്പര്യം വരുമ്പോൾ ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലാണ്. ഇവിടെ നമ്മൾ തോറ്റുപോകും. എല്ലാ അമ്മമാരും തോറ്റുപോകുന്ന ഒരു വാക്കാണത്. ദയവായിട്ട് അത് പറയരുത്. അത് ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു അവസരം. അത് നമ്മൾ നിറവേറ്റും. ആ കുട്ടി വളർന്ന് പറക്കാൻ പാകമാവുന്നത് വരെയുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റും. അവർ നേർവഴിക്ക് പറക്കണോ വേണ്ടയോ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളോടുകൂടി വളർത്തി. ഇത്രയും ആയാൽ ആ ഡ്യൂട്ടിയെ പിന്നെ അവർ പറക്കട്ടെ. അവരെങ്ങോട്ടൊക്കെ പറന്നാലും ചിറക് തളരുമ്പോൾ വന്ന് നിൽക്കാനുള്ളത് ഇവിടെയാണ്. ആ രീതിയിൽ വേണം വളർത്താൻ. അപ്പോൾ അവര് ശരിക്കുള്ള അങ്ങനെ ആവാം. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ വളർന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കുട്ടികൾ വളർന്നില്ല. നമ്മൾ കണ്ട ലോകമല്ല അവർ കാണുന്നത്. നമ്മളൊക്കെ ഭാഗ്യമുള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാൻ മുത്തച്ഛനോ മുത്തശ്ശിയോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് ആളില്ല. അറിയെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, അവസരമില്ല, കുട്ടികൾക്ക് കേൾക്കാൻ മനസ്സില്ല. ഇന്നിപ്പോ പ്രണവ് ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ചു. വളരെ സന്തോഷം തോന്നി. ആ കുട്ടി അതേ രീതിയിൽ വളർത്തിക്കൊണ്ടുവരും. അതുപോലെ പല വീട്ടിലും നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ യുക്തിപൂർവ്വം ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ അപാകത തന്നെയാണ്. ഒന്നാമത്തെ ത്യാഗത്തിന് ശേഷം നിഷ്കാമമായിട്ടുള്ള സ്നേഹം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ, അത് അമ്മമാർക്ക് പറ്റും. അപ്പോഴേ മാതൃഗുണം ഉണ്ടാവും. പ്രകൃതിയെ നമ്മൾ മാതാവ് എന്ന് വിളിക്കുന്നു. പ്രകൃതി നമ്മുടെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പ്രകൃതിയിൽ മരങ്ങൾ ഉണ്ടാവുന്നു, പൂവിടുന്നതും കായ ഉണ്ടാവുന്നതും പ്രകൃതിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളതിന് വേണ്ടിയിട്ടാണ്. മഴ പെയ്യുന്നത് മഴയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. പ്രകൃതിയിലേക്ക് നോക്കിയിട്ടേ ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയും. പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. നിസ്വാർത്ഥ സ്നേഹം, ത്യാഗം, ഇതാണ് പ്രകൃതി എന്ന് പഠിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ മാതാവായിട്ട് അപ്പോഴേ കാണുന്നു. അപ്പോഴേ പ്രകൃതി മാതാവാവുന്നു. ഓരോ മനുഷ്യനും ഇങ്ങനെയാവുമ്പോൾ ഇത് സ്ത്രീയുടെ ഉള്ളിലാവാം, പുരുഷന്റെ ഉള്ളിലാവും. പുരുഷന്റെ ഉള്ളിലാണെങ്കിലും അയാൾ മാതൃത്വ ഗുണമുള്ള പുരുഷ രൂപിയാണ്. സ്ത്രീയുടെ ഉള്ളിലാവുമ്പോൾ മാതൃത്വ ഗുണമുള്ള സ്ത്രീ രൂപിയാണ്. രണ്ടും മാതൃത്വമാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഞാൻ മാതാവാകുന്നു എന്ന് പറഞ്ഞത്. ഭഗവാനെന്താണ് നമ്മൾ പഠിക്കാനുള്ളത്? ഭഗവാൻ എന്തെല്ലാം ചെയ്തു? എന്തെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്തു, ധർമ്മമായിട്ട് ചെയ്തു. ഇത് ഞാൻ ഇവിടെ ചെയ്യേണ്ടതാണ്, ചെയ്തു. ഭഗവാൻ തന്നെ പറഞ്ഞു എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, പക്ഷെ മാതൃക കാണിക്കാൻ ഞാൻ ചെയ്തു. ഞാൻ ചെയ്യാതിരുന്നാൽ ബാക്കിയുള്ളവർ ചെയ്യാതിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ മാതാവാകുക. ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ഇത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് സാധിക്കുക? നമ്മൾ കുറെ അമ്മമാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു, മഹാഭാരതത്തിനെ കുറിച്ചും ഭാഗവതത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ദേവഭൂതിയെ കുറിച്ച് പറയാത്തത്? ദേവഭൂതിയെ കുറിച്ച് പറയണ്ടേ? നർദ്ദമൻ ഉപേക്ഷിച്ചു പോയപ്പോഴും ദേവഭൂതി മകന്റെ അടുത്ത് നിന്നു. മകനോട് ചോദിച്ചത് ആത്മജ്ഞാനമാണ്. സ്വന്തം മകനെ ഗുരുവായിട്ട് അംഗീകരിച്ചുകൊണ്ട് മകന്റെ ശിഷ്യയായിട്ട് അമ്മ നിന്നു. അതിലൊരു വലിയ കാര്യമുണ്ട്. മക്കളെ ആ വിധത്തിലാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. സ്വന്തം മക്കളെടുത്ത് നിന്ന് ആത്മജ്ഞാനം ചോദിക്കുന്ന ഒരമ്മ. നമുക്ക് ഉദാഹരണമുണ്ട്. ശങ്കരാചാര്യര് അവസാന സമയത്ത് അമ്മയ്ക്ക് ഈശ്വര ദർശനം സാധിച്ചത് ആ കുഞ്ഞ് ശങ്കരാചാര്യനായിരുന്നു. ആ ഒരു സംസ്കാരം ഉള്ളതെന്ന് കിട്ടി. പിടിച്ചു വെക്കാൻ നിന്നില്ല, പിടിച്ചു വെക്കാൻ നോക്കി നിവൃത്തിയില്ല എന്നറിയാം. നിയോഗം വിട്ടുകൊടുത്തു. പക്ഷെ കണ്ടീഷൻ അതായിരുന്നു, അവസാന സമയത്ത് എനിക്ക് കാണും. മകൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് പറന്നുപോയാൽ തിരിച്ചു വരും, വരുന്ന വിധത്തിലെ വളർത്താവും.
ഇതൊക്കെ പുരാണങ്ങളിലെ കഥയല്ലേ, ചരിത്രമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ചരിത്രമുണ്ട്. നമ്മൾ രമണ മഹർഷിയുടെ ബയോഗ്രഫി ഒന്ന് വായിച്ചു നോക്കണം. രമണ മഹർഷി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായിരുന്നു. അറ്റാച്ച്മെന്റ്, ഭയങ്കര അറ്റാച്ച്മെന്റ്. രമണ മഹർഷി ഇറങ്ങിപ്പോയി, സന്യാസഭാവം ആയതുകാരം. പക്ഷേ ഈ അമ്മ തേടി പിടിച്ച് അവസാനം കണ്ടെത്തി അവിടെ നിന്നു. അവസാന സമയത്ത് ദീക്ഷയെടുത്തു, സാധന ചെയ്തു, എന്നിട്ട് മോക്ഷം നേടി. ശങ്കരാചാര്യ അമ്മ മരിച്ച സമയത്ത് അമ്മ മോക്ഷം നേടിയെന്ന് പറഞ്ഞ വാക്ക് ആലോചിക്കണം. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ഫോർമാലിറ്റിക്ക് അമ്മ വിഷ്ണുപാദം തൂക്കി, അച്ഛൻ വിഷ്ണുപാദം തൂക്കി എന്നൊക്കെ പറയും. വാട്സപ്പിൽ നല്ല രസമാണ് വായിക്കാൻ, അത്രയേ ഉള്ളൂ. നമ്മളെ കുറിച്ചും ഇങ്ങനെ ഒരു മെസ്സേജ് വരും ഒരു ദിവസം. അന്ന് ആരെങ്കിലുമൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാദത്തിലെത്തി അവസാന നിമിഷം. ഇതൊക്കെ ആലോചിക്കാനുള്ള ദിവസമാണ്. സ്വന്തം മകനെ ഗുരുവായിട്ട് കണ്ടു വളർത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഗുരുവായിട്ട് കാണുന്ന അന്ത്യനിമിഷങ്ങളിൽ ഈശ്വര ദർശനം സാധ്യമാവുന്ന വിധത്തിൽ ഒരു കുഞ്ഞിനെ വളർത്താൻ നമുക്ക് സാധിച്ചുവോ? അച്ഛനായാലും അമ്മയായാലും മാതൃത്വ ഗുണം. അപ്പോൾ മാത്രമേ മാതാവാകൂ. ഇല്ലെങ്കിൽ ജനനിയാവും. ജനിപ്പിച്ചവളാണ് ജനനി. മാതൃത്വ ഗുണം ഉണ്ടെങ്കിൽ മാതാവായി. ഇന്ന് മാതൃത്വ ഗുണങ്ങളെ ഓർമ്മിക്കാനുള്ള ദിവസം, അതിനെ വളർത്താനുള്ള ദിവസം. നമുക്കിതൊക്കെ പറഞ്ഞു തരാനായിട്ട് മാതാവിന്റെ രൂപത്തിൽ തന്നെ ഗുരു അവതരിച്ചിരിക്കുന്ന കാലമാണത്. ഈ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. കുറെ കാലം കഴിഞ്ഞ് ചരിത്രത്തിൽ പഠിക്കാനുള്ള ഒന്നല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ എനിക്ക്, ഞാൻ എന്തിനത് നഷ്ടപ്പെടുത്തണം? ഇങ്ങനെ വിചാരിച്ചിട്ട് വേണമ്പോൾ അതിന്റെ തീരുമാനം എടുക്കേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നും, മാതൃത്വ ദിനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം ആചരിക്കാനുള്ളതല്ല, എന്നും എപ്പോഴും ഓർമ്മിക്കാനുള്ളതാണ്. എല്ലാവരിലും ആ ഗുണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ പാദങ്ങൾ